ഹേ യൂട്യൂബ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലാസ് ഉണ്ട്, ലാബ് ഉണ്ട്, അതേപോലെ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്കിവിടെ പ്രീ സിനോപ്സിസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു PhD സ്കോളറിന്റെ. ആൻഡ് ഗായ്സ്, ഇത് എൻ്റെ സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ഞാൻ എടുത്തൊരു വ്ളോഗാണ്. അപ്പം ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1-2 hours നമുക്ക് ഫ്രീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയുള്ളൂ. ഹായ് ഗൈസ്, സോ നമുക്കിപ്പം ലഞ്ച് ബ്രേക്ക് ആണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയ വ്ളോഗിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇന്നിവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നു? MBA കാർ നടത്തുന്ന ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ അടിപൊളിയാണ്, നമുക്കത് കാണാം. ലെറ്റ്സ് സീ ഗൈസ്. അപ്പം നമ്മുടെ പ്രോഗ്രാം രാവിലെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ ഈ ലാബ് പീരീഡ് കഴിയണം. കാരണം ലാബിൽ കുറച്ച് വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ്ങേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാം. നമ്മുടെ ലാബ് പീരീഡ് ആണ്. ഇപ്പം നമ്മൾ എയറിലെ മൈക്രോബ്സിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എനിക്ക് ഈ ഇടയ്ക്ക് കുറേ കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ടൈമിംഗ്, ക്ലാസ് എങ്ങനെയുണ്ട്, പ്രാക്ടിക്കൽസ് എങ്ങനെയുണ്ട്, ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ട്, ഇതെല്ലാം ഒരു വീഡിയോ ഇടണമെന്നുണ്ട്. ഇടാം. സോ നമ്മൾ ഓട്ടോക്ലേവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 15 minutes വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 1 year ആവാറായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ കൊള്ളാമാണോ, വർത്തിട്ടാണോ, എങ്ങനെയുണ്ട്, ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, ഹോസ്റ്റൽ എങ്ങനെയുണ്ട്, ആൻഡ് കർഫ്യൂ. പിന്നെ ചിലവർ പറയുന്നുണ്ട് ഇവിടെ ടൈഗർ ഉണ്ടോ, ലെപ്പോർഡ് ഉണ്ടോ. ഇതെല്ലാം എനിക്കൊരു വീഡിയോ ആയിട്ട് ഇടുന്നോണ്ടുണ്ട്. ഞാൻ എന്തായാലും ഉടനെ ഇടുന്നതാണ്. സോ ഇത് നമ്മുടെ പ്രാക്ടിക്കൽ പീരീഡ്. ഇതിപ്പോൾ നമ്മുടെ മൈക്രോബയോളജി പ്രാക്ടിക്കൽ എൻവയോൺമെന്റ് സയൻസിലും മൈക്രോബയോളജി എന്നൊരു പേപ്പറും ഉണ്ട്. ആൻഡ് ചില പ്രാക്ടിക്കൽസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 6 മണി 7 മണി കഴിയും. ഇപ്പോൾ 6:30 ആൻഡ് നമുക്ക് ഇപ്പോഴാണ് ലാബ് കഴിഞ്ഞത്. ഇനി നമുക്ക് പോകാം. സോ നമുക്ക് ഇനി ആ പ്രോഗ്രാമിലോട്ട് നേരെ പോകാം. എന്തെങ്കിലും കഴിക്കാനുണ്ടാന്ന് നോക്കാം. പിന്നെ വിശപ്പ്, അതൊരു വലിയ ടാസ്ക് ആണ്. കാരണം സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. അതിന് കുറെ എനിക്ക് കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. സത്യമാണോ, കള്ളാമോ, അടിപൊളിയാണോ? പക്ഷെ കുഴപ്പമില്ല. എന്നാലും ചില സമയത്ത് നമുക്ക് ഗ്യാസ് ഷോർട്ടേജ് ഒക്കെ ഉള്ള സമയത്ത് നല്ല ഫുഡൊന്നും കിട്ടാറില്ലായിരുന്നു. അതിന്റെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന് ചെറിയ ചെറിയ സ്റ്റോൾ ഉണ്ട്, നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇവിടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഷവർമ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ അതും ട്രൈ ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. അതിനിടയിൽ ബായ്. പിന്നെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉള്ളത് നിങ്ങൾ കമന്റ്സിലിട്ടോ. എന്തായാലും ഞാൻ ഒരു ദിവസം ഈ വീഡിയോ എല്ലാം കൂടെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്. ബായ്.